ഹായ് ഗൈസ്, സോ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ വീഡിയോസിൽ. സോ ഡീറ്റെയിൽസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അധികം, കാരണം അധിക സമയം ഞാനും ബിസിയാണ്, വീഡിയോ എടുക്കാറില്ല. ജസ്റ്റ് വർക്ക് കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അത് ആണ് വീഡിയോ എടുക്കുന്നത്. സോ ഇപ്പം ഞാൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അകത്ത് ഇലക്ട്രിക് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ റെക്സിനും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ കാണും. അപ്പോൾ ഈ റെക്സിൻ്റെയൊക്കെ ജോയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ജോയിൻ്റ് ആയിരുന്നു, ഇതിങ്ങനെ അടഞ്ഞ് ഒട്ടിയിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും നോർമലി ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാനൊക്കെ കൊടുത്ത് ഇത് സംഭവം ഇവർ തുറക്കുകയൊന്നുമില്ല, ഇതങ്ങനെ വെച്ച് നിർത്തിയാണ് അടിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതും കൂടെ ഞാനിവിടെ ചെയ്ത് എന്താണ് ചെയ്തതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് ഈ റെക്സ് ഇളക്കുമ്പോഴത്തേക്കാണ് ആക്ച്വലി നമ്മൾക്ക് ഇത് കണ്ട ഈ ആ ജോയിൻ്റ് ഭാഗം അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം കണ്ട തുരുമ്പ് കയറി തുടങ്ങി. തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും, അങ്ങനെ കൊത്തിക്കളയും ആ ഒരു തുരുമ്പിനെ വന്നിട്ട് ഒരു സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ചൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാണ് പ്രൈമർ അടിച്ച് വിടുന്നത്. തുരുമ്പെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മുടെ ക്യാൻസർ വരും പോലെയാണ് വണ്ടിക്ക് തുരുമ്പെന്ന് പറഞ്ഞാൽ. വണ്ടിക്ക് നല്ല ഇരുമ്പായിട്ട് ഏതെടുത്താലും തുരുമ്പെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ പോലെയാണ്. എവിടെ വരുന്നോ അവിടെ ആ ഒരു ഭാഗം തൊട്ട് അതിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ സ്പ്രെഡാവും, ഒരു ക്യാൻസർ പോലെ സ്പ്രെഡായി പോകും. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന ആ ഒരു ഭാഗം അത് ചെറിയൊരു സ്റ്റാർട്ടിങ്ങാണ്. അത് ഇപ്പോഴേ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മളത് നോക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലിരുന്ന് വലുതായി ഏകദേശം ഇപ്പോൾ നമ്മുടെ ഈ ഇതേപോലത്തേക്ക് അവസ്ഥയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കണ്ടോ ഉള്ളോട്ട് ദ്രവിച്ച് വലുതായി എന്തുവാ ആ ഒരു പാർട്ട് മൊത്തം നശിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ ആശാൻ ബിജു ചേട്ടൻ എന്താ വണ്ടിയുടെ ഡോക്ടർ എന്ന് നമുക്ക് പറയാം. കാരണം പുള്ളി ചെയ്യുന്ന വർക്ക് ഒരു ഡോക്ടർ ചെയ്യും പോലെയാണ്. ആ ക്യാൻസർ ഉള്ള ആ ഒരു ഭാഗം ഈ ഒരു തുരുമ്പിനെ വേരോടെ പിഴുതുകളയും പുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്തൊരു വർക്ക് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഫുൾ പീസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയും ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഭാഗമാണ് ദ്രവിച്ചിരുന്നത്. എന്നിരുന്നാലും പുള്ളി ആ ക്യാൻസറിനെ മൊത്തത്തിൽ എടുത്ത് കളയണമല്ലോ, അതായത് നമ്മുടെ ആ തുരുമ്പ് മൊത്തത്തിൽ എടുത്ത് കളയാൻ കുറച്ചുകൂടെ മേലോട്ട് 1-2 സെൻറ്റിമീറ്റർ മേലോട്ട് കയറ്റിയാണ് ഫുൾ അത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു പീസ് വെച്ച് വെൽഡ് ചെയ്തു. ആ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ പീസിനെ പ്രൈമർ അടിച്ചിട്ടിട്ട് പിന്നെ അത് വെച്ചാണ് വെൽഡ് ചെയ്തത്. എന്നിട്ട് മേലെയും ഒരു കുറച്ച് പ്രൈമർ അടിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ വർക്ക് നടക്കുന്നുണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഈ തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. പുതിയ പീസ് വെച്ച് കാണും, മേലോട്ട് ഇനി സ്പ്രെഡ് ആകത്തുമില്ല. അതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം അതേപോലെ ആ ഒരു ക്യാൻസറിന് ഇത്രയും ഇത് ഭയങ്കര ഇച്ചിരി നല്ല ഹെവി പണിയുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം 3 പീസ് ഉണ്ടാക്കണം. 3 പീസ് ഇങ്ങനെയുള്ള മടക്കമല്ല, ഇത് ഒറ്റ പീസ് ചെയ്യാൻ പറ്റില്ല. 3 പീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഇത്രയും ആ ഒരു ക്യാൻസർ മൊത്തം വെട്ടിക്കളഞ്ഞ് തുരുമ്പിനെ മൊത്തം കളഞ്ഞ് നല്ല പുതുതാക്കി എടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. കാരണം ഞാനൊന്ന് ഇങ്ങോട്ട് മാറി തന്നെയാണ്, അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ നോയ്സ് ഉണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. അതായത് നമ്മൾ നോർമലി ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മൾ ഈ പാച്ച് വർക്കിന് ചെയ്യുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, നിർത്തി അടിയാണ്. ജസ്റ്റ് പീസ് വെട്ടിയിട്ട് അതിൻ്റെ പുറത്തോടെ പീസ് വെട്ടിയിട്ട് സ്പോട്ട് ചെയ്ത് തരും. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിയിൽ ഈ തുരുമ്പുണ്ടാവും, അത് വീണ്ടും ഉള്ളിലോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ പോലെ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. മേലെയുള്ള പീസ് ഉള്ളതുകൊണ്ട് നമ്മളും അറിയില്ല, പിന്നീടായിരിക്കും ഒരു സൈഡ് കൊണ്ട് താഴെയോ അല്ലെങ്കിൽ വേവിച്ച് പൊട്ടി പോകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളിത് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ പണി ചെയ്യുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിക്ക് പണിയാൻ തുടങ്ങി. അപ്പം ബഡ്ജറ്റ് ക്യാഷൊക്കെ നമുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, അവർ പറയുന്ന ഒരു 3-4 വർഷത്തേക്ക് നമുക്കിനി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. പ്രോപ്പറായിട്ട് ടൈമിങ്ങിന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ആണ് ഉദ്ദേശിച്ചത്, എങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു വിഷയമില്ല. കാരണം ആ ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈമർ അടിച്ചിട്ടും എല്ലാം നമ്മൾ അത്രയും കെയറോട് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇലക്ട്രിക് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പം പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, കണ്ണൊക്കെ ഭയങ്കര ഒരു വിഷയമാണല്ലോ. സോ അത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങളും വണ്ടി പണിയാണെങ്കിൽ ഇതേപോലെ ഈ ടൈപ്പ് വർക്ക് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതായത്
മെനക്കെട്ട പരിപാടിയാണ് എന്നുള്ളതാണ്. ബട്ട് അതിനനുസരിച്ച് ക്യാഷ് ഉണ്ട് കേട്ടോ. ഇത് അത്ര കുറഞ്ഞ വർക്കല്ല, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി ഞാൻ പറയും, നമ്മൾ വെളിയിൽ പറയുന്ന ആ ഒരു റേറ്റിൽ നിന്ന് ഇത് നല്ല വ്യത്യാസമുണ്ട്. ഇത് നോർമൽ വർക്ക്ഷോപ്പിൽ ചെയ്യൂല എന്നല്ല, ചെയ്യുന്നവരുണ്ട്. ബട്ട് ഇതേപോലെ റേറ്റ് ആയിരിക്കും. ബട്ട് പിന്നെ അവർക്ക് അവിടെ വീണ്ടും ഒരുപാട് സമയം എടുക്കും. ഇവിടെ ഇപ്പം നമുക്ക് ഒരു 10 ദിവസം കൊണ്ടൊക്കെ ഇത് കിട്ടുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ വീട്ടിലിട്ടാണ് നമ്മൾ പണിയുന്നത്. ജസ്റ്റ് ഒരു ഷെഡുണ്ട്, ഷീറ്റിട്ട് മുറ്റത്തിട്ടാണ് പണിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയാനായിട്ട്, ഒരു വണ്ടിയേ ഉള്ളൂ, നമ്മുടെ വണ്ടി നിർത്തിയാണ്, വേറെ വർക്കൊന്നുമില്ല. അപ്പം ഡിസ്ട്രാക്റ്റഡ് അല്ല, ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് പുള്ളി വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് ടൈമിന് കാര്യങ്ങൾ നടക്കും. അതേസമയത്ത് വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, ചെറിയ പാച്ചിനൊക്കെ. അപ്പോൾ അവർ അതും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അങ്ങനെയാണ് വരുമാനം വരുന്നത്. ഒരുപാട് വണ്ടി ചെയ്താലേ അവർക്ക് വാടകയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഗ് ഉണ്ടാവും, ലേറ്റാവും, പ്ലസ് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇത്രയും നീറ്റ് ആവണമെന്നില്ല, എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ടാവും. സോ ഞാനിതിപ്പോൾ ഇത്രയും ദൂരെ വന്ന് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജാണ് ഞാനിവിടെ പറഞ്ഞത്. അത് വർത്തായിരുന്നു എന്ന് എനിക്കിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും നമുക്ക് നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സൈഡും ഇങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ ആ സമയത്തെല്ലാം പുള്ളി ഈ പീസൊക്കെ ഉണ്ടാക്കുന്ന സമയം ഞാൻ ക്ലീനിങ്ങിലായിരിക്കും. ഈ തുരുമ്പെല്ലാം ക്ലീൻ ചെയ്ത് ഉരച്ച്, ചെറുതൊക്കെയാണെങ്കിൽ അത് ഉരച്ച് നല്ല വെടിപ്പാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പ്രൈമർ അടിച്ച് സെറ്റ് ചെയ്യണം, എന്നാലേ കിടക്കൂ. ഇല്ലെങ്കിൽ ഉള്ളിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ സ്പ്രെഡാകും, ക്യാൻസർ പോലെ ആ ഭാഗം നശിച്ചു പോകും. പിന്നെ ഈ ഇത്രയും മെനക്കെട്ടത് വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നു. സോ നേരെ ഇനി ഞാൻ പോയി ക്ലീനിങ് പരിപാടിയിൽ ഏർപ്പെടണം, പണിയുണ്ട്. അതുകൊണ്ട് പണീൻ്റെ ഇടയിൽ ഒച്ചയും ബഹളമൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. പിന്നെ പ്രോപ്പർ എക്യുപ്മെൻസും കയ്യിലില്ല. സോ നമുക്കിനി പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. വർക്ക് അപ്ഡേറ്റ് എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട് വർക്ക് ഏകദേശം കുറച്ച് ചെറിയ 1-2 മിനിറ്റ് പണിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഫ്രണ്ട് ഏകദേശം ക്ലിയർ ആവും. ഫ്രണ്ട് ക്യാബിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെല്ലാം അവിടെയെല്ലാം ചെറിയ പീസ് വെച്ചാണ് വെൽഡ് ചെയ്തത്. അതൊന്നും ഡീപ്പായിട്ട് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ ചെയ്തു. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാൻസറിനെ നമ്മൾ മൊത്തമായിട്ട് അങ്ങ് മുറിച്ച് മാറ്റി പുതിയ പീസ് വെച്ച് വെൽഡ് ചെയ്തൊക്കെയാണ്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്രൈമർ അടിക്കണം. അതാണ് എൻ്റെ പണി. ക്ലീൻ ചെയ്യുക, പ്രൈമർ അടിക്കുക, ക്ലീൻ ചെയ്യുക, പ്രൈമർ അടിക്കുക. ഇതൊക്കെ നേരത്തെ അടിച്ചിട്ടതാണ്, പക്ഷേ അതെല്ലാം പോയി. ഇനി ഇതാ ഫ്രണ്ടാണെങ്കിലും അത് തന്നെയാണ്. ഫുള്ള് വെട്ടി മാറ്റിയ ഒരിത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അവിടെ പുതിയ പീസ് വന്നു. ഇവിടെ മുതൽ ഇങ്ങനെ അങ്ങറ്റം വരെ, അങ്ങറ്റത്ത് മാത്രമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞ് ഇതിൻ്റെ അകം ആ ഒരു ബെൻഡ്, ആക്സിലേറ്റർ കേബിള്, പിന്നെ ബ്രേക്കിൻ്റെത്, അങ്ങനെ ഈ കിടതാപ്പുകളുടെ എല്ലാ ഇടയിൽ കൂടെ വെൽഡ് ചെയ്യാൻ പാടാണ്. പക്ഷേ ഇവിടെ ഇത്രയും നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ, ഫുൾ പീസ് വെക്കണമെങ്കിൽ ഈ കിടതാപ്പുകളെല്ലാം അഴിച്ചു മാറ്റണം. സ്റ്റിയറിംഗ് ബോക്സ് ഉൾപ്പെടെ ഇത് മൊത്തം ഈ ഒരു സെറ്റ് ഫുള്ള് ഊരി മാറ്റിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ഒരു നല്ല പീസ് വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റും. അത് വീണ്ടും ഒരുപാട് ദിവസം സമയമെടുക്കും, അല്ലെങ്കിൽ വീണ്ടും ഒരു 3-4 ദിവസം പണി എക്സ്ട്രാ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ ടൈം എടുക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് ഇത്രയും മാത്രം ഞാൻ കോംപ്രമൈസ് ചെയ്ത് ഞാൻ തന്നെ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഇത് നമുക്ക് നിർത്തി പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ പുള്ളി എന്നെ പറഞ്ഞു അത് വൃത്തിയായിട്ട് ഇച്ചിരി ഉണ്ടാവും, സാരമില്ല, ആ ഒരു ഏരിയ മാത്രം മാക്സിമം പ്രൈമറൊക്കെ ഇട്ട് നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ച് നല്ല ഫുൾ പ്രൂഫ് ആക്കാൻ ശ്രമിക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഫുള്ള് വെട്ടിക്കളഞ്ഞാണ് ചെയ്തത്. പക്ഷേ ഇത് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് നോർമൽ വർക്കാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ടൈമും പൈസയും ഒക്കെ മാറ്ററായതുകൊണ്ട്, ടൈം തീരെ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് അത് മാത്രം ഞാൻ കോംപ്രമൈസ് ചെയ്തു.
അവിടെ എന്താവും എന്നുള്ളത് ഇനി കണ്ടറിയാം. പീസ് വെച്ച് ജസ്റ്റ് വെൽഡ് ചെയ്താണ്. ജസ്റ്റ് മീൻസ് ഇങ്ങനെ ഫുൾ സ്പോട്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി അത് പ്രൈമർ അടിച്ച് ഞാൻ നല്ല സെറ്റാക്കണം. അടിയിൽ നിന്നും നല്ലപോലെ പ്രൈമറോ പെയിൻറ്റോ അടിച്ച് അത് ക്ലിയർ ചെയ്യണം. അടിയിൽ നിന്ന് അടിക്കാൻ ഇച്ചിരി പാടാണ്, നോക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഇച്ചിരി ഇതേപോലെ ഇവിടെയൊക്കെ പീസ് വയ്ക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ക്യാബിൻ്റെ വർക്ക് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്യാബിൻ്റെ വർക്ക് എന്നല്ല, ഈ ഒരു പോർഷൻ്റെ വർക്ക് തീർന്നെന്ന് പറയാം. പിന്നെ നേരെ ലവട, അത് കഴിഞ്ഞാൽ ലവട, പിന്നെ ഗ്ലാസ് ബീഡിങ്ങൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അത്രയും കഴിഞ്ഞാൽ 2 ഡോറും കൂടെ കഴിഞ്ഞാൽ ക്യാബിൻ വർക്കുകളെല്ലാം ഫിനിഷാവും. ഇനി എത്ര ദിവസം എന്നുള്ളതൊക്കെ അറിയാം. നമ്മുടെ വിളിച്ചേട്ടാ ഇപ്പോൾ എന്തോ ആവശ്യത്തിനൊന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയിരിക്കുകയാണ്. വന്നിട്ട് ഇനിയിപ്പോൾ ബാക്കി പണിയൊക്കെ നടക്കും. ഞാൻ നല്ല ടയേർഡാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആകെ ഒരു ഞാനും നല്ല ടയേർഡാണ്, ഭയങ്കര ക്ഷീണം, ചൂടുണ്ട്. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതിൻ്റെ ആവാം വർക്ക് ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്. മാക്സിമം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പ്രൈമർ അടിക്കണം. ഈ സൈഡും കൂടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് പ്രൈമർ അടിക്കാം. സെപ്പറേറ്റ് അടിച്ചിടുമ്പോൾ വീണ്ടും ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തോട്ട് ചെയ്യുമ്പോൾ ആ പ്രൈമർ കത്തിപ്പോവും, ചിലവ് കൂടും. വീണ്ടും ഇനി പ്രൈമർ ഇപ്പം തന്നെ 2ാമത്തെ ബോട്ടിൽ കുറച്ച് തീർന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് അപ്ഡേറ്റ്. ബാക്കി ഇനി വർക്ക് കഴിഞ്ഞിട്ട് കാണാം എന്താണെന്നുള്ളത്.